ഗൈസ് അങ്ങനെ പിന്നെ ദുബായിലേക്ക് തിരിച്ചു പോവുകയാണ്. ഈ പ്രാവശ്യത്തെ പോക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട് കേട്ടോ. കാരണം എൻ്റെ മോനും കൂടെ എൻ്റെ കൂടെ ഉണ്ട്. മോനുമായിട്ട് ഞാൻ ഫസ്റ്റാണ് പോകുന്നത്, ഫസ്റ്റ് ഫ്ലൈറ്റും കൂടെയാണ്, ഞാൻ ഒറ്റക്കും കൂടെയാണ്. അതിനെക്കൊണ്ട് നല്ല ടെൻഷൻ ഉണ്ട്. പോരാത്തതിന് ഒരു 8ൻ്റെ പണിയും കൂടെ കിട്ടിക്കിട്ടോ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. പൊരിക്കാരോടൊക്കെ ഒന്ന് യാത്ര പറയാം കേട്ടോ. ഈ പ്രാവശ്യം പോകുമ്പോൾ എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. കാരണം ഞാൻ മോനെയും കൊണ്ടാണല്ലോ പോകുന്നത്. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് നമ്മൾ ആ സത്യം മനസ്സിലാക്കുന്നത്. ഫ്ലൈറ്റ് ഡിലേ ആണ്. 6:40 എടുക്കേണ്ട ഫ്ലൈറ്റ് 9:30 എടുക്കുന്നത്. നമ്മളെ ട്രാവൽസുകാർ നമ്മളോട് പറഞ്ഞില്ല അതിനും. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയത് കൊണ്ട് തന്നെ ഇനി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഞാൻ ഇവനെയും കൊണ്ട് എന്താക്കുമെന്ന് അറിയില്ല അത്രയും ടൈം. എന്തായാലും ചെക്കിംഗ് ഒക്കെ വേഗം കഴിഞ്ഞിക്കണേ. നമുക്ക് രണ്ടാക്കും ബോർഡിംഗ് പാസും കിട്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ഏരിയയിൽ കാത്തിക്കാണ്. ഇവനെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെട്ട്, എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ 9:30 ആയിട്ടും ഫ്ലൈറ്റ് വന്നിട്ടില്ല, ബോർഡിങ്ങും സ്റ്റാർട്ട് ചെയ്തില്ല. 10 മണിയായപ്പോഴാണ് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തത്. 10:30 ആയപ്പോഴാണ് ഫ്ലൈറ്റ് എടുത്തത് കേട്ടോ. ഫ്ലൈറ്റ് കയറിയ ആൾ കുറച്ച് കച്ചറ ഉണ്ടാക്കി, പിന്നെ അങ്ങ് ഉറങ്ങിപ്പോയിട്ടോ. പിന്നെ നേരെ ദുബായിൽ ലാൻഡ് ചെയ്തപ്പോഴാണ് ആശാൻ എണീച്ചത് കേട്ടോ. മോൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. ഞാനൊരു സർട്ടിഫിക്കറ്റൊക്കെ സെറ്റാക്കിയാനും പോയിന്. ലാൻഡ് ചെയ്തപ്പോൾ ഞാൻ അതിൽ സൈനൊക്കെ വാങ്ങിനു കേട്ടോ. എന്തായാലും നവാസ്ക മോനെ കണ്ടിട്ട് 6 മാസമായിട്ട്, 6 മാസത്തിന് ശേഷം കാണുകയാണ്. അപ്പോൾ ആ ഒരു മൊമെൻറ്റ് കാണാൻ ഞാൻ കട്ട വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ.